ഹായ് ഓൾ. നിള ഇന്ന് ജി ഫാമിലാണ്. അതായത് വളരെ അവിചാരിതമായിട്ട് കുറച്ചു കാലമായിട്ട് കരുതുന്നുണ്ട് മിസ്റ്റർ റിയാസ് മുഹമ്മദിന്റെ ജി ഫാമിലേക്ക് എത്തണമെന്ന്. എനിക്ക് ചുറ്റുമുള്ള എൻ്റെ ഹാപ്പിനെസ് ഞാൻ കണ്ടെത്തിയതിൽ ഒരിടമാണ് ജി ഫാം. എന്നോടൊപ്പം യാന, ദ എനർജി ഹീലർ ഫ്രം കാനഡ, റിയാസ് മുഹമ്മദ് ജി ഫാമിൻ്റെ ഉടമസ്ഥനാണ്. ഒപ്പം എൻ്റെ പ്രിയപ്പെട്ട ഗോപികയുണ്ട്, ഹാപ്പിനെസ് കോച്ച്. And we are having a small time conversation with Yana first, and then my dear friend Riyaz, regarding the hippotherapy and animal assisted therapy and all can be used to heal the people around us and to make it happy the world. എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു തരത്തിലുള്ള ഒരു പ്രീ പ്ലാനിങ് ഇക്കാര്യത്തിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്നില്ല. പക്ഷേ എൻ്റെ ഇഷ്ടമുള്ള, എനിക്ക് ലിറ്റിൽ തിങ്സിൽ ഹാപ്പിനെസ് കണ്ടെത്തുന്ന ഒരു സ്ഥലത്താണ് ഞാനുള്ളത്. ആൻഡ് യന, മോസ്റ്റ് വെൽക്കം to Thank you so a small conversation here with Nila and G Farm. My dear Riyaz, most welcome, and we can have a small talk. And my question to, and this is our Tia, okay? Our This babe. is our Tia, and behind is our Janvi and Bella. So നമുക്ക് കുറച്ച് അനുഭവങ്ങൾ ചോദിക്കാം പ്രിയപ്പെട്ട റിയാസിനോട് തന്നെ. റിയാസ്, ഞാൻ കേട്ടിട്ടുള്ളത് വളരെ മിടുക്കനായ ഒരു IT പ്രൊഫഷണൽ എന്ന നിലയിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ കുറച്ചു കാലമായിട്ട് റിയാസിനെ ഫോളോ ചെയ്യുന്ന കാണുന്നത് വിത്ത് ഹോഴ്സസ്, ഫാമിംഗ്, of course Chia, animals around you, and I feel jealousy always to get back to you about your simple happiness and all you are. How can this? How it is possible? Why this? What is this? Tell me. ആക്ച്വലി ആനിമൽസുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ തുടങ്ങുന്നത് ഫ്രം എൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ്. മൈ ഹോം ടൗൺ ഈസ് ഇൻ എരുമേലി, ഇൻ കോട്ടയം ഡിസ്ട്രിക്ട്. സോ എൻ്റെ വീട്ടിൽ ഞാൻ ഉണ്ടായ സമയം തൊട്ട് നമുക്ക് ആനകളുണ്ട്, എലിഫൻ്റ് ആണ്. എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ കാലം മുതൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു 2-3 തലമുറകൾക്ക് മുമ്പേ മുതൽ ആനകളുണ്ട്. സോ അപ്പം I interact with the animals in my childhood days also. I am very fond of elephants, and on that time, and my home have a cows also. My grandfather is take caring the cow. Maybe we have a big. My home is around nearly 8 acres, but it's the central we have a home, and we have lots of places there. So അവിടെയാണ് ആനകളും ഈ പശുക്കളും ഒക്കെ ഉണ്ടായിരുന്നത്, ഡോഗ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ചെറുപ്പം മുതലേ മൃഗങ്ങളോട് പ്രത്യേക ഒരു അടുപ്പവും അതുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നതിൽ ഒരു ഹാപ്പിനെസ്സും ഞാൻ കണ്ടെത്തി. അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഇറ്റ്സ് കമ്മിങ് ടു മൈ. സോ ചെറുപ്പം മുതലേ എനിക്ക് ഹോഴ്സസിനെ ഇഷ്ടമായിരുന്നു, ഹോഴ്സ് റൈഡിങ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. സോ എൻ്റെ സ്റ്റഡീസൊക്കെ ഞാൻ ചെന്നൈയിലായിരുന്നു ചെയ്തത്. അപ്പം ഞാൻ കുറച്ച് നാൾ ചെന്നൈയിൽ അവിടെ റേസ് കോഴ്സിൽ പോയി റൈഡ് ചെയ്യാനായിട്ട് ഇടയ്ക്ക് പോകുമായിരുന്നു. ഓൺ ദാറ്റ് ടൈം ഐ ആം നോട്ട് എ ഗുഡ് റൈഡർ. After that I come to the ഡൽഹിയിൽ ഞാൻ കുറച്ച് നാൾ വർക്ക് ചെയ്തു. ആ സമയത്ത് I spent a lot of time with a horse riding club there. So that's a good experience to me. So that's a challenging experience ആയിരുന്നു അവിടെ. So I think more than ഒരു 6 months ഞാൻ അവിടെ ഉണ്ടായിരുന്നപ്പം നന്നായിട്ട് റൈഡിങ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തു. Not in the circle of arena. They have a place we can ride inside the forest also. That's a very amazing and challenging experience to me. So it will give some kick. Actually, basically, ഞാൻ ഒരിക്കലും ഒരു ഡ്രഗ്സ് എടുക്കുന്ന ആളല്ല. എനിക്ക് അതിലൊരു കിക്ക് കിട്ടിയിട്ടില്ലെന്ന് തന്നെ പറയാം. മേ ബി എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് എപ്പോഴാണെങ്കിലും. ബട്ട് കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലായിരുന്നു ഒരു ത്രില്ല്. അപ്പം അങ്ങനെ ഡൽഹിയിൽ ഞാൻ റൈഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഡിഫറെൻറ്റ് പ്ലേസസിൽ പോയിട്ട് കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ഹോഴ്സസ് റൈഡ് ചെയ്യുന്നതിൽ ത്രില്ലുണ്ടായി. സോ ആഫ്റ്റർ ദാറ്റ് ഞാൻ ട്രിവാൻഡ്രത്ത് സെറ്റിലായപ്പോൾ ആക്ച്വലി ഐ ഹാവ് എ IT കമ്പനി നെയിം സ്റ്റോൺബർഗ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഞാൻ അതിൻ്റെ ഒരു പാർട്ട്ണറാണ്. ഐ ഹാവ് വൺ അനദർ പാർട്ട്ണർ ഓൾസോ. ഹീസ് എ സാംസൺ സാമുവൽ. റൈറ്റ് നൗ ഹീ ഈസ് ഇൻ ഫ്രാൻസ്. സോ ഇൻ ദ കോവിഡ് ടൈമിൽ ഞാൻ സ്റ്റേ ചെയ്യുന്നത് ഫ്ലാറ്റിലാണ്. ഞാനിപ്പോൾ പറഞ്ഞ പോലെ എൻ്റെ വീട് ഇരിക്കുന്നത് 8 ഏക്കറിനകത്താണ്. സോ അപ്പോൾ എനിക്ക് ഒരുപാട് വീട്ടിൽ രാവിലെ നമ്മൾ ഒരു മോർണിംഗ് ടീ ഒക്കെ കുടിച്ചിട്ട് ഇങ്ങനെ നടക്കും, വോക്ക് ചെയ്യും നമ്മുടെ പ്രോപ്പർട്ടിക്കകത്ത് തന്നെ.
സോ കോവിഡ് സമയത്ത് ഈ നമ്മുടെ ഫ്ലാറ്റിൽ വെളിയിൽ ഇറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴത്തേന് ശരിക്കും അത് ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ടാസ്ക് ഫോർ മീ. സോ ആ ടൈമിലാണ് ഞാൻ തിങ്ക് ചെയ്തത് എന്തുകൊണ്ട് നമ്മുടെ പാഷനൊക്കെ നമുക്ക് ചെയ്തുകൂടാ. സോ ഓൺ ദാറ്റ് ടൈമിലാണ് ഞാൻ ഫസ്റ്റ് GFAM എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. സോ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് 1-2 എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ ഒരു 5 acres ലാൻഡ് എടുത്തിട്ട് ചിറയൻകീഴിനടുത്താണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. സോ അവിടെ നമ്മളൊരു ഫിഷ് ഫാമിങ്, ഹോർസ് റൈഡിങ് ഡിഫറെൻ്റ്ലി ആണ് ചെയ്തത്. എൻ്റെ പേഴ്സണൽ റൈഡിങ് ഇൻട്രസ്റ്റിന് വേണ്ടിയും പാഷന് വേണ്ടിയും ഞാനൊരു ഹോഴ്സിനെ രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്നു. ആഫ്റ്റർ ദാറ്റ് കോവിഡ് സമയത്ത് എൻ്റെ 2-3 ഫ്രണ്ട്സ് ഓൾസോ അവരും ഹോഴ്സിനെ വാങ്ങി അവരും റൈഡിങ് ഒക്കെ പഠിച്ചു. സോ ദറ്റ്സ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. ഇൻ കോവിഡ് സമയത്ത് നമുക്ക് അവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചിറയൻകീഴ് ഇസ് എ വില്ലേജ് ആണ്. സോ വി ക്യാൻ ഡെഫിനറ്റ്ലി ലോട്ട്സ് ഓഫ് മഡ് റോഡ്സ്, ഡിഫറെൻറ്റ് ട്രാക്സ്. സോ അഡ്വഞ്ചറസ് ആയിട്ട് കുറേ റൈഡ് ചെയ്തു. അപ്പം അതങ്ങനെ ആ ഒരു ത്രില്ലും ആ ഒരു കിക്കിലും റൈഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചു. അപ്പോൾ എനിക്ക് റൈഡ് ചെയ്യാനുള്ള ഒരു പ്ലേസ് എന്നുള്ള രീതിയിലാണ് ഫസ്റ്റ് GFAMൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറുതായിട്ട് കുട്ടികളെ ഹോഴ്സ് റൈഡിങ്ങിലോട്ട് കൊണ്ടുവന്നു. Thank you. Hello, Yana. Hello. So, when we were coming here, basically we loved what we saw in you, and it's not just what we saw, it is what we heard also from others. Like from my personal experience also, just like how ma'am mentioned, I had a first experience with you where you trained me how to be on a horse. Like you helped me really, you made me calm, like that. Like for that, first I should say my gratitude. But beyond that, all people around us were commenting about you, like how positive you are, the energy, like even your appearance, the way you keep us admiring by your natural appearance and all. Oh, thank you. Yeah. That's so nice. So kind, thank you. yeah, so I just want to know, or we are very much excited to know about your journey, especially when you told that like you are an energy healer. So we would like to know more about the energy healing you are doing, and also like how do the horses help in that, or because your daily life routine is totally different from everyone of us. You keep your journey like you maintain the day with your routine is totally up to the with the animals. So could you please explain that? Of course, yeah, thank you for asking. And thank you for compliments. It really warms my heart. That's so beautiful. Thank you. And same to you. Same to everyone. That it was such a beautiful experience. And I'm so glad that I could actually be the first person to help you and assist you to experience the horse riding and bonding with the horse and just riding, just to feel the present moment. And that's the important part, just to feel the movement, and that's actually part of the energy as well. Because horses, they have such a beautiful aura, very actually big aura field. Some people say it's even like reaches 10 meters around the horse. So that is like actually really big energy field compared to human, and which is about meter or 2 meters. So horse has a lot of healing energies. Okay. And already naturally people feel just being in the present, just being there and maybe coming close and pet the horse and touch the horse, or even like a kid's coming and feed the horse. It's very healing. And so many different benefits for people having anxiety, stress, daily life stress, which I think most of the people have and deal with. But for kids, for example, with different disabilities and autism, horses are a really great tool. And equestrian therapy or hippotherapy, I learned that it's really beautiful tool. And also for lots of different reasons, and for people that are struggling with PTSD, and I would say just a general depression as well. So spending time
with horses. It's already healing because the horses are very compassionate. People can also learn just to walk with the horse. They don't have to necessarily always sit on the horse, but just to walk with the horse and spending time in the energy, in the aura of the horse is healing. So I have experienced myself so many beautiful releases also, even just sometimes being on the horse, riding, being in the present moment, even start crying, having some emotion releases, that energy that was stuck in my heart. So that was experience that I had. So I would suggest for anyone to try even just to be in the moment and enjoy the energy of the horse. See, I'm happy. Why? Because not only because I met Yana and Riaz and all, but because I'm really blessed here because of Alvin. He is a child of 13, and while I'm looking at him, I happen to see that he's riding a Bella with the support of his coach Riaz. ഞാനിത് ആൽവിനെ കഴിഞ്ഞ 2 മണിക്കൂർ കൊണ്ട് കാണുകയാണ്. നമ്മളെല്ലാം കുറ്റം പറയുന്ന കുഞ്ഞുങ്ങളിൽ ആൽവിൻ്റെ കയ്യിൽ മൊബൈലില്ല, ആൽവിൻ്റെ കയ്യിൽ ഡ്രഗ്സ് ഇല്ല, ആൽവിൻ്റെ കൂടെ പാരൻസ് ഇല്ല, ആൽവിൻ്റെ കൂടെ ടീച്ചേഴ്സ് ഇല്ല. ആൽവിൻ നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്നത് ഒരു ഡയറക്ഷനും സ്ക്രീൻ പ്ലേയും ഒരു പ്ലാനിങ്ങും എഡിഷനും ഒന്നും ഇല്ലാതെയാണ്. നിങ്ങൾക്ക് കാണാം ആൽവിൻ്റെ കയ്യിൽ ബെല്ലയാണുള്ളത്. ആൽവിൻ കയ്യിൽ പിടിച്ചിരിക്കുന്ന ആ ചെറിയ മൂക്ക് കയറിൽ ബെല്ല നിൽക്കുന്നുണ്ട് എങ്കിൽ റിയാസ് എന്നോട് പറഞ്ഞത് ഒരു ഹോഴ്സ് റൈഡിങ്ങിൽ എനിക്കൊന്നും അറിയില്ല ഇതിനെക്കുറിച്ച്, റിയാസ് പറഞ്ഞതിന് ഞാൻ പറയാണ്, ഒരു ഹോഴ്സ് റൈഡർക്ക് ഏറ്റവും അധികം വേണ്ടുന്നത് ഒരു ബോസി ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് കമാൻഡിങ് പവറാണെന്നാണ്. എത്രയോ ലക്ഷം രൂപ കൊടുത്തിട്ടാണ് നമ്മൾ കുട്ടികളെ ലൈഫ് സ്കിൽ പഠിപ്പിക്കുന്നത്. എത്രയോ തവണകളായി നമ്മൾ കുട്ടികളെ സ്കിൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് വിടുന്നുണ്ട്. നമ്മൾ കുട്ടികൾക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് വിടുന്നില്ല. ഇപ്പോൾ ഞങ്ങൾ എൻ്റെ ഹാപ്പിനെസ് കോച്ച് ദിൽഷാദാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. ദിൽഷാദ് ആൽവിനോട് കുറച്ച് സമയം വളരെ ഓതൻറ്റിക്കായി സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ആൽവിൻ പറഞ്ഞത് ആൽവിൻ എങ്ങനെ മൊബൈൽ എടുക്കാൻ തോന്നിയില്ല എന്നാണ്. കാരണം അതിരാവിലെ എഴുന്നേക്കും, ഹോഴ്സസിൻ്റെ കൂടെ ആയിരിക്കും, അവരെ ഫീഡ് ചെയ്യും, പിന്നെ ടിയാനയുടെ കാര്യങ്ങൾ നോക്കും, ഇവിടെയുള്ള കുറച്ച് റെസ്പോൺസിബിലിറ്റീസിൽ സ്കിൽ ഓറിയൻറ്റഡായി കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ആൽവിൻ കമാൻഡ് കൊടുത്തുകൊണ്ട് ബെല്ല എന്ന പോണീനെ ഗൈഡ് ചെയ്യുന്നത് ഒരു മെൻറ്റർ എന്ന നിലയിൽ ഞാൻ 2 മണിക്കൂർ വളരെ അതിശയത്തോടു കൂടി നോക്കി നിന്നതാണ്. എനിക്ക് പാരൻസിനോട് പറയാനുള്ളത്, ഇതൊരിക്കലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും ബ്രാൻഡിങ് അല്ല. ഞാൻ നിളയും ഇത് GFAMും അല്ല. പകരം ഞാൻ സെലീന എന്ന മെൻറ്ററും ഒരു സ്റ്റുഡൻറ്റ് കൗൺസിലറും ഒരു ഹാപ്പിനെസ് കോച്ചും, ഇത് റിയാസ് എന്ന ഒരു സാധാരണ മനുഷ്യനും, ഇത് യാന എന്ന ഒരു എനർജി ഫെസിലിറ്റേറ്ററും, ഇത് ഒരു ഹാപ്പിനെസ് കോച്ചുമാണെങ്കിൽ ഞാൻ കണ്ട കാര്യങ്ങൾ രക്ഷകർത്താക്കളോട് പറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ അനിമൽ അസിസ്റ്റഡ് തെറപ്പിയിലേക്കും അനിമൽസിലേക്കും സ്പോർട്സിലേക്കും അവരെ മനുഷ്യന്മാരുമായിട്ടുള്ള കണക്ഷൻസിലേക്കും ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള കോൺവെർസേഷനിലേക്കും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിലേക്കും ഒക്കെ നിങ്ങൾ അയക്കുക. പ്രിയപ്പെട്ട സ്കൂളിനോട് അല്ലെങ്കിൽ എഡ്യൂക്കേറ്റേഴ്സിനോട് ഞാൻ കണ്ട കാര്യങ്ങൾ നിങ്ങളിലേക്ക് പറയുക എന്നത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ, എൻ്റെ മനസ്സ് നിറഞ്ഞ കാര്യങ്ങൾ ഒരു എക്സ്പെരിമെൻ്റൽ സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻഷ്യൽ ഫെസിലിറ്റേറ്റർ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഇനി എൻ്റെ ചോദ്യം റിയാസിനോടാണ്. ഞാനൊരു ലാസ്റ്റ് 24 ഇയേഴ്സായി കുഞ്ഞുങ്ങളോടൊപ്പം വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ യാനയെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം ഗ്രേറ്റ്ഫുൾനെസ്, ഒരു മെൻറ്ററിങ്, പൊളൈറ്റ്നെസ്, natural and spontaneous actions, helping, ഇതൊക്കെയാണ് നമ്മൾ വെസ്റ്റേൺസിൽ നിന്നും പഠിക്കേണ്ടത്. The Western people provide us a lot of skills, but we are not learning that. Okay, but you are having enough exposure to these people. ആൽവിനോട് സംസാരിച്ചപ്പോൾ ആൽവിൻ പറയുന്നുണ്ടായിരുന്നു, യാനയിൽ നിന്നും കുറേ കാര്യങ്ങൾ പഠിച്ചു, കോൺഫിഡൻസ് പഠിച്ചു, ലാംഗ്വേജ് പഠിച്ചു. ഒരു പുസ്തകങ്ങളും Riaz, there is no book for Alvin, only a human book
That is what Yana. Only another human book, that is you. Then your animals. Our Pushpa, our Janvi, our Bella, everything is to my Alvin. And I'm so precious to be with you because rather than the classroom, you just given this playground and this Bella and everything. Why can't you be the facilitator to the experiential learning to this? എന്താണ് റിയാസിന്റെ ഭാവി എന്താണ്? ഇതിനെ കുറച്ചുകൂടി വ്യാപിപ്പിച്ചുകൊണ്ട് ഇതെല്ലാവരിലേക്ക് എത്തിക്കേണ്ടതല്ലേ? ഇപ്പൊ ഞാൻ ഷൂട്ടിന് വിളിച്ചപ്പോൾ റിയാസ് പറയുണ്ടായി, എനിക്ക് ബാക്ക് കോർട്ടറിൽ നിന്ന് വർക്ക് ചെയ്യുന്നതാണ് ഇഷ്ടം, എനിക്ക് ഇതൊന്നും കാണിക്കുന്നത് ഇഷ്ടമല്ല എന്ന് പറയുണ്ടായി. But I want to say that you are the people, not or Yana or you, never be back behind the curtain. You have to show and model the other people that these are the things going on here. These are our passion. And more than we people, you are having a legacy to speak up. You are having elephant. Always I am quoting that. Elephants ഉണ്ട്, നിറയെ മൃഗങ്ങളുമായി ഇടപഴകുന്നുണ്ട്. ഞങ്ങൾ ഇന്ന് റിസർച്ചേഴ്സ് പഠിക്കുന്നതിന് മുന്നേ എക്സ്പീരിയൻഷ്യൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഫ്യൂച്ചർ? എന്തൊക്കെയാണ് ചെയ്യാൻ ആലോചിക്കുന്നത്? ഇതിനെ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് ഇത് ചെയ്തപ്പോൾ? ഒരു IT പ്രൊഫഷണലെക്കാട്ടിലും എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ്? വാട്ട് ഈസ് ഫീൽ? First of all, thank you very much for this question. So, my personal passion, I like to do this. So, we have very volunteers from different countries, from different parts of the world. So, I can get a chance to interact with them. So, maybe sometimes I feel, so will we coming to our G farm. So, last 3 months before, one Japanese girl, Nana Moria, she spent nearly 1 month here. I think our George Matthew sir is our ambassador and advisor. Yeah. Dr. George Matthew, my teacher, my guru. Yeah. And Dr. George Matthew sir is my mentor. Yeah. So, in my mindset and the passion, interact horse ആയിട്ട് അല്ലെങ്കിൽ ആനിമൽസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമ്മളൊരു ഹാപ്പിനെസ് നമുക്ക് കിട്ടുന്നുണ്ട്. Yes. ജി ഫാം ഈസ് എ കോൺസെപ്റ്റാണ്. ഇത് ജി ഫാമിനെ പോലെ പല ഫാമുകൾ അല്ലെങ്കിൽ ഇതേപോലെയുള്ള പല സ്ഥാപനങ്ങളും പല പ്ലേസിലും ഉണ്ടാവണം. Very good. സോ ദാറ്റ്സ് ദ നീഡ് ഫോർ ദ നെക്സ്റ്റ് ജനറേഷന് നമുക്ക് എന്താണ് കൊടുക്കാൻ പറ്റുന്നത്. Yes. സോ ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് മേ ബി ഡിജിറ്റൽ അഡിക്ഷൻ ആയിരിക്കാം, ഡ്രഗ്സ് ആയിരിക്കാം. സോ അതിൽ നിന്ന് വീക്കെൻഡ് ഇപ്പം മേ ബി ഒരു I'm sorry to interrupt. My question, again, I have to remind you one thing. I'm visiting so many international schools. I'm a facilitator and consultant to them. ചില സ്കൂളുകളിലെങ്കിലും ഇന്റർനാഷണൽ എന്ന് പറഞ്ഞുകൊണ്ട് ഹോഴ്സ് റൈഡിംഗ് ഉണ്ട് എന്ന് പറയാറുണ്ട്. പക്ഷെ പലപ്പോഴും അതൊരു പീരീഡിനുള്ളിൽ നിർത്തിക്കൊണ്ട് പല കുട്ടികൾക്കും അത് കാണാനോ തൊടാനോ പോലും പറ്റാറില്ല. എങ്ങനെയാണ് ഇത് ഫെസിലിറ്റേറ്റ് ചെയ്യേണ്ടത്? എത്രത്തോളം ഹാപ്പിനെസ് ചെയ്യണമെന്ന് കൂടെ ഇതിനോടൊന്ന് ആഡ് ചെയ്ത് പോയാൽ കുറച്ചുകൂടെ. ആക്ച്വലി ആനിമൽസിനെ ടേക്ക് കെയർ ചെയ്യുന്ന ഇറ്റ്സ് നോട്ട് എ ഈസിയസ്റ്റ് ടാസ്ക്. യെസ്. ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. ആനിമൽക്ക് ഇവിടെ ജി ഫാമിൽ പേഴ്സണലി ഞാൻ പറയുവാണെങ്കിൽ ജി ഫാമിൽ ആനിമൽസിനെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റുന്നത് ഫ്രം ദ സ്ക്രാച്ച്, ഫ്രം ദ ബിഗിനിങ് ഐ ഹാവ് എ ഗുഡ് എക്സ്പീരിയൻസ് വിത്ത് ആനിമൽ ഇൻ മൈ Yes. So that is the main reason. So we need to spend time with the animal, we need to good doctors, we have a good mentors for the take caring the animal. We have a good person named Dharmendra. He is the main attraction and he is the main part of our farm. He is the take caring the animal, all So animals. Dharmendra is our animal mentor. Yeah, he is the yeah. Nice, Dharmendra. Okay. Nice. That is the main thing. Yes. We need to. Sometimes I feel Dharmendra will speak with horses. Really, you are a good boss. Why? Because ഒരു നല്ലൊരു ഹോഴ്സ് റൈഡർ മാത്രമല്ല, ലീഡർ കൂടെയാണ്. കാരണം കൊളീഗിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൽ അതൊരു വലിയ മനസ്സാണ്. So as you like facilitators needed to be there, and what is your message to the community with all experience like these type of amazing personalities? What is your message to the community
to teach my children to be humane. The empathetic approach is very important for our children. And I have seen this generation is amazing all the time. See, Alvin is standing rather than this much time. I mean that I'm so proud of you, Alvin. So much proud. And I'm so blessed. What is your message to the... Exactly, you can see the Alvin also. So this is the facility we have providing children to interact with the animals, interact with the Western peoples. They can use if they have any. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ആനിമൽസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യിക്കണം, അല്ലെങ്കിൽ അവർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ലൈഫിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീഫാമിനെ കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇതേപോലെയുള്ള കുട്ടികൾക്ക് പണ്ടൊക്കെ വീടുകളിൽ നമ്മളുടെ വീടുകളിലൊക്കെ പശുക്കളുണ്ടായിരുന്നു, അത് സാധാരണമായിരുന്നു. സോ ഇപ്പോൾ ആനിമൽസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള അവസ്ഥകൾ കുറവാണ്, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കുറവാണ്. മേ ബി അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. സോ ഇപ്പോൾ എല്ലാവരും ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. സോ അപ്പം ഡോഗ്സിനെയൊക്കെ വളർത്തുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ ഇതേപോലെയുള്ള സ്പേസുകൾ എല്ലാ സ്ഥലങ്ങളിലും എല്ലായിടത്തും ഉണ്ടാവട്ടെ. ആളുകൾ അത് കുട്ടികൾ കൂടുതലും ആനിമൽസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം എന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു ഫാം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മെസ്സേജ്. Thank you. Yana, the real energy booster. And I'm so proud. We never want to miss you, like amazing personalities to my children and to our society, because it's our God's own country. And I'm so happy to meet you. Really wonderful. From my bottom of heart. And what is your message to the parents of Kerala, or parents who are listening to this based on your experience of hippo and of course with the horses and animals, or my experience with animal assisted therapy? What is your message to the parents? I would say I really pray for the next generation to be more connected to nature overall, connected to animals, spending more time outside, spending more time in the nature, also allowing your kids to be more hands-on and allowing the kids to do things. Don't be scared to go out and do things and explore. And also I would say another thing, what I'm really passionate about is using the natural products, using actually being more cautious and aware of our nature, and for example plastic pollution and all I see traveling around the world. It's very sad to see in so many places that people are very careless. They don't really respect nature, and often also they don't really respect animals. So just spend more time with animals. And Wonderful to listen, Yana. And I'm just handovering to Gopika for my Alvin's last message to the parents and for the teachers and for the society. ഹലോ ആൽവിൻ, ഈ കഴിഞ്ഞ ഒരു 1.5 വർഷം അതിൽ കൂടുതൽ ടൈമിലാണെങ്കിൽ പോലും കണ്ടിട്ടുള്ളതിൽ എനിക്ക് വളരെ പ്രൗഡ് ഫീലിംഗ് തോന്നിയൊരു കുഞ്ഞാണ് ആൽവിൻ. വളരെ അധികം പ്രൗഡ്. കാര്യം ഒരു ദിവസം മാറി നിന്നാൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ അറിയാൻ വയ്യാത്ത കുട്ടികളുടെ ഇടയിൽ ഒരാഴ്ചയിലധികമായിട്ട് ആൽവിൻ ഇവിടെ ഉണ്ട്. ബെല്ലയുടെ കാര്യങ്ങൾ നോക്കി നടക്കുന്നുണ്ട്, അതിനെ ചുറ്റും ഓടിച്ച് നടക്കുന്നുണ്ട്. ഇപ്പം അവന്റെ കൺട്രോളിലാണ് ബെല്ല ഇരിക്കുന്നത്. സോ വി ആർ പ്രൗഡ് ഓഫ് യു ആൽവിൻ. ഫസ്റ്റ് ഓഫ് ഓൾ, ആൽവിൻ ഇപ്പോൾ ഫോൺ ഉപയോഗിക്കുന്നില്ല. ആൽവിൻ പ്രകൃതിയോടെ ഇണങ്ങി ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആൽവിന്റെ സന്തോഷങ്ങളൊക്കെ നോക്കി നടത്തുന്ന ഇത്രയും ചെറുപ്രായത്തിൽ, അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഇത്രയും ചെറുപ്രായത്തിൽ ഒരു പ്രൈഡ് ലീവിങ് നടത്തുന്ന ഒരാളാണ് ആൽവിൻ. ആൽവിന്റെ ഒരു കുഞ്ഞു മെസ്സേജ് എന്ന് പറയുന്നത് ലോകമെമ്പാടുമുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരു ഇൻസ്പയറിംഗ് ആവാൻ പോകുന്ന ഒരു കാര്യമായിരിക്കും. ഡെഫിനറ്റ്ലി ഷുവർ. സോ വി വുഡ് ലൈക്ക് ടു നോ അബൌട്ട് വാട്ട് ഈസ് യുവർ മെസ്സേജ്. എന്താണ് ആൽവിന് പറയാനുള്ളത്? ജീഫാമിലെ എക്സ്പീരിയൻസസ്, ഈ ഹോഴ്സുമായിട്ടുള്ള എക്സ്പീരിയൻസ്, ഇങ്ങനെ ഒറ്റയ്ക്ക് ഇത്രയും ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കുന്നതിൽ ആൽവിനുള്ള ഇൻസ്പിറേഷൻ എന്താണ്? അങ്ങനെ ആൽവിന്റെ മെസ്സേജ് കേൾക്കാം. എൻ്റെ പേരാണ് ആൽവിൻ വിനോദ് വിജയൻ. ഞാൻ പഠിക്കുന്ന സ്കൂൾ ശാന്തിനികേതൻ പബ്ലിക് സ്കൂൾ. എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടത് തീയുണ്ട് കളിക്കാൻ,
ഇവിടെ എനിക്ക് മൊബൈൽ എടുക്കാൻ തോന്നിയില്ല. ഇവിടെ യാന മാം ഉണ്ടായിരുന്നു, റിയാസ് അങ്കിൾ ഉണ്ടായിരുന്നു, ബെല്ല ഉണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഞാൻ ബെല്ലയുടെ ഹോഴ്സ് റൈഡിങ് പഠിച്ചു. യാന മാം എനിക്ക് ഇംഗ്ലീഷ് പറയാൻ പഠിപ്പിച്ചു തന്നു. പിന്നെ രാവിലെ എണീക്കാൻ എനിക്ക് പറ്റി. പിന്നെ ധർമ്മേന്ദ്ര അങ്കിൾ എനിക്ക് റൈഡിങ് പഠിപ്പിച്ചു തന്നു. ആൽവിയോടുള്ള എൻ്റെ ഒരു ചോദ്യം, ആൽവി വളരെയധികം കാര്യങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ മാം ചോദിക്കുന്നത്, ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കാൻ വീട്ടിലൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? തന്നെ എഴുന്നേൽക്കുന്നില്ലേ? ഉണ്ട്. അത് ടിയാമോളെ കുളിപ്പിക്കാനാണോ, മാമിൻ്റെ കൂടെ നിൽക്കണം, ഇവിടെ കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉള്ളത് കൊണ്ടല്ലേ? അത് നല്ലതാണോ, അതോ that responsibilities is very good or not? What you feel? Yes, good. It is good, is it? Yes. Fine. What about Bella? Bella നല്ല അനുസരണയുണ്ടോ? സ്മോൾ അനുസരണയുണ്ട്. ഓക്കെ. അപ്പോൾ ബെല്ലാനെ ഒന്ന് മാനേജ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളിൽ എന്തൊക്കെ പഠിച്ചു? ഇത് നേരത്തെ എനിക്ക് കടിക്കാൻ വരുമ്പോൾ ഇത് ഭയങ്കര പേടിയായിരുന്നു. ഇപ്പൊ പേടിയില്ല. അപ്പോൾ ഇപ്പൊ പേടി പോയിട്ടുണ്ട്, കോൺഫിഡൻസ് കൂടിയോ? ഒരു ബോസിയായോ? ഒന്ന് ബെല്ലാന് കമാൻഡ് കൊടുക്കാറായോ? ഓക്കെ. അപ്പോൾ ഒറ്റയ്ക്ക് ടിയാനെ കുളിപ്പിക്കുന്നത് കണ്ടിട്ടാണ് മാം ഇന്നലെ കയറി വന്നത് അല്ലേ? അപ്പോൾ മാമിനോട് പറഞ്ഞു ടിയയ്ക്ക് കൂടുതൽ ഫുഡ് കൊടുത്തുകൂടാ, കുറച്ചേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു ഇല്ലേ? അപ്പോൾ അത്തരത്തിൽ ആനിമൽസിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ജി ഫാമിൽ നിന്ന് കിട്ടിയത് തുടരുമോ? വീട്ടിൽ പോയി ഇത് ചെയ്യുമോ? യാന മാമിനെ ഓർക്കോ? യാന മാം ഇംഗ്ലീഷ് പഠിപ്പിച്ച് തന്നു, കുറേ ഗ്രേറ്റ്ഫുൾനെസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ധർമ്മേന്ദ്ര അങ്കിൾ, റിയാസ് അങ്കിൾ, യാന മാം, മീ ആൻഡ് ദീസ് 7 to 8 people ആൻഡ് അനസ് അങ്കിൾ എല്ലാവരെയും കണ്ടല്ലോ. what do you feel? You feel so blessed or happy or thankful? What do you feel? Happy. You feel happy. My dears, to those who all ആൽവിൻ എനിക്കൊരു കേസ് സ്റ്റഡിയാണ്. ആൽവിൻ സിമ്പിൾ തിങ്സിലെ ഹാപ്പിനെസ് കണ്ടെത്തിയതിൽ ആൽവിനോടൊപ്പം കൂടാൻ ഒരു വലിയ സൊസൈറ്റി ഉണ്ട്. ഈ സൊസൈറ്റി നമ്മുടെ കുട്ടികൾക്ക് ചുറ്റുമുണ്ടായാൽ there will never be a suicide, there will never be a drug inmates, there will never be the problems around the society. We never bother to blame our future generation. And I would like to say as a facilitator, ദയവ് ചെയ്തിട്ട് കുഞ്ഞുങ്ങളെ കുറ്റം പറയുന്നതിന് മുന്നേ, പുതിയ തലമുറ ഇങ്ങനെയാണെന്ന് നമ്മൾ സ്റ്റാമ്പ് ചെയ്യുന്നതിന് മുന്നേ, ഇതുപോലെ കുറേ മനുഷ്യന്മാരുമായും കുറേ മൃഗങ്ങളുമായും കുറേ നന്മകളുമായും നമ്മുടെ കുട്ടികളെ കൂട്ടിച്ചേർക്കാൻ ഇങ്ങനെ ഒരു അനുഭവ സമ്പത്ത് നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ. താങ്ക് യു സോ മച്ച് സെലീന, and thank you Riaz, and thank you my dear Yana, it's very great of you, and thank you my Bella, and thank you my Tia, and thank you my Bella, and proud of you my dear Alvin will be a great case study to all of you, and thank you Dharmendra. And see, look, while I'm speaking thank you, Tia is facing me. നമ്മൾ ഇതാണ് ആനിമൽസിൻ്റെ നിന്ന് പഠിക്കേണ്ടത്, the gratefulness. I'm so proud. Thank you all. Thank you so much. So blessed. Selena.